Dear students, അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഫോർത്ത് സെം സ്റ്റാർട്ട് ചെയ്യാണ്. ഫോർത്ത് സെമ്മിലെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിലൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് കാണും. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പ്രോബ്ലം ചെയ്യാനൊക്കെ കഴിയും. അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലോട്ട് പോവുകയാണ്. നിങ്ങൾ ഓൾറെഡി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ മാത്രമേ പ്രൊവൈഡ് ചെയ്യണൂ അല്ലേ. അതുപോലെ തന്നെ ഓവറോൾ ഇൻഫർമേഷൻ ആണ് തരുന്നത്. അതായത് ഓരോ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ ജോബിൻ്റെ അല്ലെങ്കിൽ ഓരോ പ്രോസസ്സിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണ് എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്ത് അവർ പറയുന്നില്ല. അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ എഫിഷ്യൻസി കറക്റ്റായി മെഷർ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡിക്കേറ്റ് ഇൻഫർമേഷൻസ് ഒന്നും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടില്ല. അതുപോലെ തന്നെ കോസ്റ്റിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയില്ല. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, രണ്ട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അല്ലെങ്കിൽ രണ്ട് ആൾട്ടർനേറ്റീവ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ കോസ്റ്റിൻ്റെ ഡിഫറൻസ് എത്രയാണ്, അതൊന്നും നമുക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്നില്ല. അതുപോലെ തന്നെ വളരെ കുറച്ച് ലിമിറ്റഡ് ഇൻഫർമേഷൻ മാത്രമേ മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊരു ഏരിയ എമേർജ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മെയിൻലി കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ കോസ്റ്റ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കോസ്റ്റ് റിലേറ്റഡ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫോളോ ചെയ്യുന്നവർക്കും നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പം മാനുഫാക്ചേഴ്സിന് അവരുടെ പ്രൊഡക്റ്റിന് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അവർ മെയിൻലി ഇമ്പോർട്ടൻറ്റ് കൺസിഡർ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എന്ത്, കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് അവർ സെയിൽ ചെയ്യുന്ന സമയത്ത് എത്ര പ്രൈസ് ചാർജ് ചെയ്യണം, അത് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുക, ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രയാണോ കോസ്റ്റ് ഇൻകർ ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലാണ് എന്ത് ചെയ്യുക, പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഡാറ്റാസ് കിട്ടിയിട്ട് കാര്യമില്ല. ആ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആ പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയാൽ അല്ലെങ്കിൽ കോസ്റ്റിനെ കുറിച്ച് ഡാറ്റാസ് കിട്ടിയാലേ നമുക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ പ്രോസസ്സിൽ എത്ര കോസ്റ്റ് വരുന്നത്, ഓരോ ജോബിൽ എത്ര കോസ്റ്റ് വരുന്നത്, അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാനാണ് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കോസ്റ്റിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ അക്കോർഡിംഗ് ടു ICMA, ലണ്ടൻ ഡിഫൈൻസ് കോസ്റ്റിംഗ് ആസ് ദ ടെക്നിക് ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. സിമ്പിളാണ്. എന്താണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ടെക്നിക് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോസ്റ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ ടെക്നിക് എന്ന് പറഞ്ഞാൽ, ടെക്നിക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റെഫേഴ്സ് ടു പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് അല്ലേ. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോസസ് ഓഫ് കോസ്റ്റിംഗ് എന്തായിരിക്കും, പ്രൊസീജിയർ ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോസസ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ബോത്ത് ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് ഓഫ് കോസ്റ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? കോസ്റ്റ് അക്കൗണ്ടിങ് സിംപ്ലി പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ് അല്ലേ. ഇവിടെ നമ്മൾ മെയിൻലി എയിം ചെയ്തിരിക്കുന്നത് കോസ്റ്റ് ഡാറ്റ പ്രൊവൈഡ് ചെയ്യുക, അതിനനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പോർട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. അത് മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിംഗ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും റിപ്പോർട്ട്സൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റിംഗ് ഇൻക്ലൂഡഡ് ആണ്, പ്ലസ് അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് വരുന്നുണ്ട്, പ്ലസ് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റിയും വരുന്നുണ്ട്. സോ നമുക്ക് സിംപ്ലി എന്ത് പറയാം, കോസ്റ്റ് അക്കൗണ്ടിങ് ഈക്വൽ ടു കോസ്റ്റിംഗ് പ്ലസ് അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റ് കൺട്രോൾ മെത്തേഡ്സ് പ്ലസ് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്, കോസ്റ്റ് അക്കൗണ്ടൻസി. എന്താണ് കോസ്റ്റ് അക്കൗണ്ടൻസി? കോസ്റ്റ് അക്കൗണ്ടൻസിൻ്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്, മെത്തേഡ്സ്, ടെക്നിക്സ് ടു ദി സയൻസ്, ആർട്ട് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് അസർട്ടൈൻമെൻറ്റ് ഓഫ് പ്രോഫിറ്റബിലിറ്റി ആസ് വെൽ as presentation of information for the managerial decision making. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസിയിൽ എന്തുണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഉണ്ട്, പ്ലസ് എന്തും കൂടി അഡീഷണലായി വന്നിട്ടുണ്ട്, പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ദി മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ് അല്ലേ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും ഉണ്ട്,
കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ടു അസർട്ടൈൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് ഓർ സർവീസസ് അല്ലേ. നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുക. സോ നമുക്ക് ഓരോ പ്രൊഡക്റ്റിൻ്റെയും കോസ്റ്റ് എത്രയാണ്, പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ് എന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് ഏത് ഫോളോ ചെയ്യണം? കോസ്റ്റ് അക്കൗണ്ടിങ് ഫോളോ ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കണം എന്ന് ഡിറ്റർമിൻ ചെയ്യാനും അല്ലേ. സെല്ലിംഗ് പ്രൈസ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുക? ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനെടുത്ത കോസ്റ്റ് അതിൻ്റെ ബേസിസിലാണ് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടിയാലേ നമുക്ക് സെല്ലിംഗ് പ്രൈസൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ആക്ടിവിറ്റീൻ്റെ പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യാൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ, ദെൻ മാനേജേഴ്സിന് ഡിസിഷൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്റ്റ് വൈസ് അല്ലെങ്കിൽ ജോബ് വൈസ് അല്ലെങ്കിൽ വർക്ക് ഓർഡേഴ്സ് വൈസ് ഒക്കെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാൻ, എഫിഷ്യൻസി മെഷർ ചെയ്യാൻ, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റേജസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ എന്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്? കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻലി വരുന്ന ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്, കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. ഓക്കെ, ആദ്യം നമുക്ക് കോസ്റ്റ് എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ defines cost as the amount of expenditure incurred on a given thing. ICMA എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ICMA കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ എ ഗിവൻ തിങ് അല്ലേ. എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് അല്ലേ, എത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസസ് ഇൻകർ ചെയ്തിരിക്കുന്നത്, എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ കോസ്റ്റ് റെഫേഴ്സ് ടു ദ റിസോഴ്സസ് കൺസ്യൂംഡ് ടു പ്രൊഡ്യൂസ് ഓർ പ്രൊഡക്റ്റ് ഓർ സർവീസസ് അല്ലേ. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനെങ്കിൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ഇൻകർ ചെയ്തിരിക്കുന്ന റിസോഴ്സസ് അതിൻ്റെ വാല്യൂ എത്രയാണ്? അതാണ് കോസ്റ്റ്. ഓക്കെ, ജനറലി നോക്കുകയാണെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് അല്ലേ. അതായത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും സെയിൽ ചെയ്യാനും അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡ് ചെയ്യാനും ഇൻകർ ചെയ്ത എക്സ്പെൻസസിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി കോസ്റ്റിൽ 2 ഐറ്റംസ് ഉണ്ട്, എക്സ്പെൻസസും ഉണ്ട് എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പെൻസസ്, എന്താണ് എക്സ്പെൻഡിച്ചർ അല്ലേ. എക്സ്പെൻസസും എക്സ്പെൻഡിച്ചറും നമ്മൾ യൂഷ്വലി സെയിം ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, പക്ഷേ രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഒരു കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും. അപ്പം നമുക്ക് കോസ്റ്റ് ഇൻകർ ചെയ്ത അപ്പം തന്നെ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെൻസ് എന്ന് പറയുക. ദാറ്റ് ഈസ് ഇഫ് ബെനിഫിറ്റ് ഈസ് റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി ദെൻ ദ കോസ്റ്റ് ബിക്കം എക്സ്പെൻസസ്. എക്സാമ്പിൾ സാലറിയാണ് പറയുന്നത്. ഇപ്പം നമുക്ക് ഇൻകർ ചെയ്ത കോസ്റ്റിന് നമുക്ക് ഫ്യൂച്ചറിലാണ് ബെനിഫിറ്റ് കിട്ടുകയെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മളൊരു മെഷീനറി വാങ്ങി, ആ മെഷീനറിൻ്റെ യൂസ് അപ്പം തന്നെ നമുക്ക് കിട്ടും ഇല്ല, നമ്മൾ വർഷങ്ങളോളം അത് യൂസ് ചെയ്യും അല്ലേ. സോ കോസ്റ്റ് ഗീവ്സ് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് ആണെങ്കിൽ അതിന് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ കോസ്റ്റ് ഗീവ്സ് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്ങിൽ എന്ത് ഇൻക്ലൂഡഡ് ആണ്? ബോത്ത് എക്സ്പെൻസസും എക്സ്പെൻഡിച്ചറും ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ. കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് കോസ്റ്റ് ഉണ്ട്. നിങ്ങൾ എക്കണോമിക്സിലും പഠിച്ചിട്ടുണ്ട്, ഫിക്സഡ് കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പോക്കറ്റ് കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഷട്ട് ഡൗൺ കോസ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റുകൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഈ കോസ്റ്റുകളൊക്കെ സർട്ടൻ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിസിൽ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. ഓക്കെ, മെയിൻലി നമുക്ക് കോസ്റ്റിനെ 5 ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഫംഗ്ഷൻ, ദെൻ വേരിയബിലിറ്റി, ദെൻ ഐഡൻറ്റിഫയബിലിറ്റി, ദെൻ ഓൺ ദി ബേസിസ് ഓഫ് ടൈം ആൻഡ് പീരീഡ്, ലാസ്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ. അങ്ങനെ 5 ബേസിസിലാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യം ഫംഗ്ഷൻ്റെ ബേസിസിലുള്ളത് നോക്കാം. ഫംഗ്ഷൻ്റെ ബേസിസിൽ നമുക്ക്
കോസ്റ്റിന് മാനുഫാക്ചറിങ് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്, ഫിനാൻസിങ് കോസ്റ്റ്. ഇതിൻ്റെ ഹെഡിങ് തന്നെ നമുക്കതിൻ്റെ മീനിങ് കറക്റ്റായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫംഗ്ഷൻ്റെ ബേസിസിലാണ് ഏത് വന്നിരിക്കുന്നത്, കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്ത് ഫങ്ഷൻസ് ആണ്, മാനുഫാക്ചറിങ് ഫങ്ഷൻസ് അല്ലേ, മാനുഫാക്ചറിങ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ മാനുഫാക്ചറിങ് കോസ്റ്റ് എന്തായിരിക്കും മീനിങ് വരിക, അതായത് നമുക്കൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റാണ് ഏതിൽ വരുന്നത്, മാനുഫാക്ചറിങ് കോസ്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാനുഫാക്ചറിങ് കോസ്റ്റിനെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്നും കൂടി പറയാം. ദെൻ നെക്സ്റ്റ് എന്താ വന്നിരിക്കുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, അതായത് മാനുഫാക്ചറിങ് സെല്ലിംഗ് ഫങ്ഷൻസ് ഒന്നും ഇതിൽ വരില്ല. ഓൺലി അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിന് വരുന്ന കോസ്റ്റ് മാത്രമേ ഏതിൽ വരുള്ളൂ, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിൽ വരുള്ളൂ. ദെൻ സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ്, ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്. അപ്പോൾ അതിൽ എന്തൊക്കെ വരിക, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റ്, അഡ്വർടൈസിങ് കോസ്റ്റൊക്കെ ഈ സെല്ലിംഗ് കോസ്റ്റിൻ്റെ ഇടയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റാണ് ഏതിൽ വരിക, സെല്ലിംഗ് കോസ്റ്റിൽ വരുന്നത്. ദെൻ ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ്സ് ഫാക്ടറിയിലാണ് അല്ലേ, അത് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എത്തണം. അപ്പോൾ ഫാക്ടറിയിൽ നിന്ന് ഗുഡ്സ് കൺസ്യൂമേഴ്സിലോട്ട് കൊണ്ടുപോകുന്ന ട്രാവലിംഗ് കോസ്റ്റ്, അതൊക്കെയാണ് ഏതിൽ വരിക, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഫിനാൻസിങ് കോസ്റ്റ്. ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് എന്ത് വേണം, ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിനാൻസിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻ്റെ ബേസിസിൽ നമ്മൾ കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ബിഹേവിയർ ഓർ വേരിയബിലിറ്റി. ഓക്കെ, അപ്പോൾ ബിഹേവിയർ ഓർ വേരിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ കോസ്റ്റിൻ്റെ നേച്ചർ എന്താണ്, വേരിയബിൾ ആണോ, ചേഞ്ച് ചെയ്യുമോ എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ബിഹേവിയറിൻ്റെ ബേസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, സ്റ്റെപ്പ് കോസ്റ്റ്. ഏതൊക്കെയാണ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, സ്റ്റെപ്പ് കോസ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് എക്കണോമിക്സിൽ അല്ലേ. ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ദോസ് കോസ്റ്റ് വിച്ച് ഡു നോട്ട് ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലേ. ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാത്ത കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഇനിയിപ്പോൾ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് ആയിരിക്കും, ചേഞ്ച് വരില്ല. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ആണെങ്കിലോ, പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾ ആണ്, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഫിക്സഡ് ആയിരിക്കും. ഇത് നല്ലപോലെ മനസ്സിലാക്കി വയ്ക്കുക. ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് റിമെയിൻസ് ഫിക്സഡ് ആണ്. ബട്ട് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, വേരിയബിൾ ആണ്, ചേഞ്ച് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ച് ലോങ് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടോ, ഇല്ല. ലോങ് റണ്ണിൽ എന്താണ്, എല്ലാ കോസ്റ്റും വേരിയബിൾ ആണ്. ഷോർട്ട് റണ്ണിലാണ് ഫിക്സഡ് വേരിയബിൾ എന്നുള്ള രീതിക്കുള്ള ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി ഏതിൽ പഠിച്ചതാണ്, നിങ്ങൾ എക്കണോമിക്സിൽ പഠിച്ചതാണ്. ഈ ഫിക്സഡ് കോസ്റ്റിനെ തന്നെ നമുക്ക് എന്ത് പറയാം, ടൈം കോസ്റ്റ്, പീരീഡ് കോസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ ഫോർ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക, റെൻറ്റ്, പെർമനൻറ്റ് സ്റ്റാഫിനുള്ള സാലറീസ്, ഇൻഷുറൻസ്, ബിൽഡിങ്ങിൻ്റെ ഡിപ്രിസിയേഷൻ, അതൊക്കെ എന്താണ്, ഫിക്സഡ് കോസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഡയഗ്രാംസ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ മക്കളെ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ കർവ് ഇങ്ങനെയാണ് വരിക. നമ്മൾ എക്സ് ആക്സിസിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസർ എഴുതും, വൈ ആക്സിസിൽ കോസ്റ്റ് എഴുതും. നമുക്കറിയാം ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഫിക്സഡ് ആണ്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് നമ്മുടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനായിട്ട് വന്നിരിക്കുന്നത്. എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ലൈൻ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കർവ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ വേരി ചെയ്തിരിക്കും അല്ലേ. അപ്പം നമ്മുടെ 1000 യൂണിറ്റ്സ് ആണ് നമ്മുടെ
പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരു 1 lakh നമുക്ക് പ്രൊഡക്റ്റ് കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയായിരിക്കും? ₹10 ആയിരിക്കും അല്ലേ? അപ്പോൾ ദെൻ നമ്മൾ യൂണിറ്റ്സ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻക്രീസ് ചെയ്യുക, 2000 ആക്കുക. 2000 ആക്കിയിട്ടുണ്ടെങ്കിൽ പെർ യൂണിറ്റ് എത്രയായിരിക്കും? 1 lakh ഡിവൈഡഡ് ബൈ 2000 എന്ന് പറയുമ്പോൾ 5 ആയി വരും അല്ലേ? അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും തോറും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിക്രീസ് ചെയ്ത് വരിക. എങ്ങനെ ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കാണാം? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതോറും ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലുള്ള കർവ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഐറ്റമാണ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേരി ചെയ്യും അല്ലേ? ലെവൽ ഓഫ് ആക്ടിവിറ്റി ചെയ്യുന്നതിനനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾവേസ് വേരിയബിൾ ആണ്. ഫോർ എക്സാമ്പിൾ പറയുന്നത് 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു 1 lakh rupees ഇൻകർ ചെയ്തു എന്ന് വിചാരിക്കാം. പക്ഷേ 101 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാകുമ്പോൾ അത് എക്സ്ട്രാ വീണ്ടും 1,10,000 rupees ഇൻകർ ചെയ്തെന്ന് വെക്കാം. അപ്പോൾ 1000 rupees എന്തായി? കൂടിപ്പോയി അല്ല? അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഓരോ യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുന്തോറും കോസ്റ്റും കൂടുമെങ്കിൽ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇവിടെ എന്താണ്? വേരി ചെയ്യും. പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താവില്ല? വേരി ചെയ്യില്ല. അത് കോൺസ്റ്റൻ്റ് ആണ്. ശ്രദ്ധിക്കുക, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യും, പക്ഷേ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് ആയത്? കാരണം നമ്മൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആണ് ഇക്വേഷൻ വരിക. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടാണ് വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഡിവൈഡഡ് ബൈ വന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് വരുന്ന സമയത്ത് അതെന്താകും? നമ്മുടെ കിട്ടുന്ന പെർ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? കമ്മീഷൻ ഓഫ് സെയിൽസ്മാൻ അല്ലേ? സെയിൽ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അവർക്ക് കമ്മീഷൻസ് കിട്ടുക. അതുപോലെ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് ഒക്കെ എന്താണ്? വേരിയബിൾ കോസ്റ്റാണ്. കാരണം നമ്മൾ എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടി വരിക അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് മെറ്റീരിയൽ വേണം അല്ലേ? ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് ലേബേഴ്സ് വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് വേരി ചെയ്യുന്ന കോസ്റ്റാണ് ഏത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വേരിയബിൾ കോസ്റ്റിൻ്റെ ഡയഗ്രാംസ് നോക്കാം. വേരിയബിൾ കോസ്റ്റ് അല്ലേ? ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കർവാണ് ഇത്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? വേരി ചെയ്യും. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന കോസ്റ്റാണ് വേരിയബിൾ കോസ്റ്റ് അല്ലേ? അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും തോറും കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും തോറും കോസ്റ്റും ഡിക്രീസ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ പോകുന്നത്. അതായത് 0 വെച്ചിട്ടാണ് നമ്മുടെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം എന്താണ്? നമ്മൾ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഒന്നുമില്ല. നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടും തോറും എന്ത് ചെയ്യും? കോസ്റ്റും കൂടി വരും. അതുകൊണ്ടാണ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അത് ഇൻക്രീസ് ആയിട്ട് ഇങ്ങനെ കർവ് പോയിരിക്കുന്നത്, ലൈന് പോയിരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം അല്ലേ, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കാരണം നമ്മൾ എന്ത് പെർ യൂണിറ്റ് എങ്ങനെ കാണുക? ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലേ? അപ്പം നമുക്കറിയാം വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷന് പ്രൊപ്പോർഷൻ ആയിട്ടാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താകും? കോൺസ്റ്റൻ്റ് ആയി കിട്ടും. അതുകൊണ്ട് തന്നെ എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഏത് വരിക? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് വരിക. ദെൻ നെക്സ്റ്റ് കോസ്റ്റാണ് സെമി വേരിയബിൾ കോസ്റ്റ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ നെയിം സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ ആണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്.
അതായത് സർട്ടൈൻ പോർഷൻ അത് ഫിക്സ്ഡ് ആയിരിക്കും, അതിൽ മേലെ അതെന്തായിരിക്കും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജ് അല്ലേ, പവർ ചാർജസ് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും അതൊരു മിനിമം അവിടെ ഫിക്സഡ് ആണ് അല്ലേ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതെന്താകും, ഇൻക്രീസ് ആകും. അതാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ട്ലി ഫിക്സ്ഡ് ആൻഡ് പാർട്ട്ലി വേരിയബിൾ കോസ്റ്റിനെയാണ് നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. സെമി വേരിയബിൾ കോസ്റ്റിനെ നമുക്ക് എന്തും കൂടി പറയാം, മിക്സഡ് കോസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സെമി ഫിക്സഡ് കോസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റിൻ്റെ ഡയഗ്രാം നമുക്ക് നോക്കാം. ഇത് സെമി വേരിയബിൾ കോസ്റ്റ് കർവാണ്. സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പാർട്ട്ലി ഫിക്സഡ് പാർട്ട്ലി വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ പാർട്ട്ലി ഫിക്സഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിക്സഡ് കോസ്റ്റ് കർവ് എങ്ങനെയായിരിക്കും, എക്സ് ആക്സിസിന് ഹൊറിസോണ്ടൽ ആയിരിക്കും, വേരിയബിൾ ആണെങ്കിലോ വേരിയബിൾ ഇൻക്രീസ് ചെയ്ത് വരുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ പാർട്ട്ലി ഫിക്സഡ് പാർട്ട്ലി വേരിയബിൾ എന്ന് പറയുമ്പോൾ അവിടെ ഫിക്സഡ് പോർഷൻ ഉണ്ടായിരിക്കും. സോ വേരിയബിൾ എന്ന് പറയുന്നത് എവിടെ നിന്നായിരിക്കും, ഫിക്സഡ് കോസ്റ്റിൻ്റെ അവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് സെമി വേരിയബിൾ കോസ്റ്റ് കർവ്. എക്സ് ആക്സിസിൽ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ്സും വൈ ആക്സിസിൽ കോസ്റ്റും റുപ്പീസാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എന്താണ്, സ്റ്റെപ്പ് കോസ്റ്റ്. സ്റ്റെപ്പ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻക്രീസ് ഇൻ സ്റ്റെപ്സ്. അതായത് ഈ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു ജസ്റ്റ് സ്റ്റെപ്പിൻ്റെ സ്ട്രക്ചറിലാണ്. ആദ്യം കുറച്ച് പോർഷൻ വരെ അത് ഫിക്സഡ് ആയിരിക്കും. പിന്നെ ഒരു ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജമ്പ് ചെയ്ത് ഹയർ കോസ്റ്റ് ആകും. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് കുറച്ച് എന്തായിരിക്കും, ഫിക്സഡ് ആയിരിക്കും. അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് ഫിക്സഡ് എന്ന് പറയുമ്പോൾ വരിക. പിന്നെയും പെട്ടെന്ന് എന്ത് ചെയ്യും, കോസ്റ്റ് കൂടും, ഇൻക്രീസ് ആകും. സോ നമ്മളത് ജസ്റ്റ് നമ്മൾ വരച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പ് കോസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് പോലെയാണ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്പെക്ഷൻ കോസ്റ്റ്, സൂപ്പർവൈസർ സാലറി, ക്യാൻറ്റീൻ സ്റ്റാഫ് വേജസ്, ഇതൊക്കെയാണ് സ്റ്റെപ്പ് കോസ്റ്റിന് എക്സാമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റെപ്പ് കോസ്റ്റിൻ്റെ കർവ് നോക്കിക്കേ. ഇവിടെ എന്താണ്, സ്റ്റെപ്പിൻ്റെ സ്ട്രക്ചറിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കോസ്റ്റ് ഇൻക്രീസ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സർട്ടൻ ലെവൽ ഓഫ് ഔട്ട്പുട്ട് വരെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വരെ അതിന് യാതൊരു ചേഞ്ചസ് ഇല്ല. അത് ഔട്ട്പുട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊരു ജമ്പ് ചെയ്യും, മുകളിലോട്ട് നല്ലോണം ഇൻക്രീസ് ചെയ്യും. എന്നിട്ട് വീണ്ടും സർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി വരെ എന്താകും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെയും പെട്ടെന്ന് എന്താകും, ഇൻക്രീസ് ചെയ്യും, പിന്നെയും കോൺസ്റ്റൻ്റ് ആയി പോകും. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റെപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ബിഹേവിയർ അല്ലെങ്കിൽ വേരിയബിലിറ്റിയിൽ വരിക. ഏതൊക്കെയാണ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, സ്റ്റെപ്സ് കോസ്റ്റ്.